ശശി തരൂർ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല, ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ അദ്ദേഹം ഉണ്ടാകില്ല എന്ന കാര്യമാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ നമ്മുടെ പ്രതിനിധി അജീഷ് ജയകുമാർ അറിയിച്ചിരുന്നത് അവാർഡ് ഏറ്റുവാങ്ങാൻ വന്നില്ലെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും എന്ന നിലയിലുള്ള കാര്യമാണ്. അത് HRDSൻ്റെ ഭാഗത്തു നിന്ന്, അതിൻ്റെ വക്താക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലയിൽ അജീഷ് ജയകുമാർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ വരുന്ന ഒരു കാര്യം, ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ശശി തരൂർ ഇല്ല എന്നതാണ്. അല്പം മുമ്പ് 24-നോട് സംസാരിച്ച HRDSൻ്റെ ജനറൽ സെക്രട്ടറി അജി കൃഷ്ണൻ പറഞ്ഞത്. ഈ അവാർഡിനെ കുറിച്ച്, അവാർഡിൻ്റെ വിവരങ്ങളെല്ലാം അത് HRDSൻ്റെ ഭാരവാഹികൾ രവികാന്ത് IAS അതോടൊപ്പം രവി കരുണാകരനും ഇവർ നേരിട്ട് പോയി ശശി തരൂരിനെ കണ്ട് അറിയിച്ചിരുന്നതാണ് എന്ന കാര്യമാണ് അല്പം മുമ്പ് അജി കൃഷ്ണൻ 24-നോട് പറഞ്ഞത്. ഏതായാലും കോൺഗ്രസിൽ ഇതിപ്പോൾ ഒരു വലിയ വിവാദമായിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് അച്യുതൻ കൂടി ചേരുന്നു. അച്യുതൻ, ശശി തരൂർ ഈ അവാർഡ് വാങ്ങാൻ പോകില്ല എന്നാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം? ദിലീപ് കുമാർ, ഈ വീർ സവർക്കർ പുരസ്കാരം അത് വാങ്ങാൻ ശശി തരൂർ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം ഈ പാർലമെന്റിലെ സഭാ നടപടികൾക്ക് ശേഷം കൊൽക്കത്തയിലേക്ക് പുറപ്പെടുമെന്നാണ് വിവരം. അവിടെ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയിൽ പങ്കെടുക്കും എന്ന കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ വിഷയത്തിലെ വിവരം എന്നുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട HRDSൻ്റെ ഭാരവാഹികളെ, സംഘാടകരെ ഈ വിവരം അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. തരൂർ പങ്കെടുക്കില്ല എന്ന വിവരം HRDS സംഘാടകരെ അറിയിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ശശി തരൂർ ഈ അവാർഡ്, ഈ പുരസ്കാരം ഏറ്റുവാങ്ങില്ല, ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഈ സംഘാടകർ വ്യക്തമാക്കിയത് ശശി തരൂർ പൂർണ്ണ സന്നദ്ധത ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിൽ അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് 2 ആഴ്ചയ്ക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിലെത്തി ഈ പുരസ്കാര ചടങ്ങിലേക്ക് കൂടി ക്ഷണിക്കുകയുണ്ടായത്. ഇതുവരെയും, ഈ നിമിഷം വരെയും തരൂർ താൻ പങ്കെടുക്കില്ല എന്നൊരു വിവരം ശശി തരൂർ അവരുമായി പങ്കുവച്ചിട്ടില്ല എന്ന് സംഘാടകർ പറയുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നുള്ളത് ശശി തരൂർ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. ഏറെ വിവാദങ്ങളിലേക്കാണ് വഴിവെച്ചത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം, വിമർശനങ്ങൾ നമ്മൾ കേട്ടതാണ്. അവർക്ക് ശശി തരൂരിൻ്റെ ഈ സമീപകാലത്തെ പല നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച നേതാക്കൾ ഇന്ന് കുറച്ചുകൂടി അതിനപ്പുറത്തേക്ക് കടന്ന് പ്രതികരിക്കുകയാണ് ഉണ്ടായത്. രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ അതൃപ്തി പരസ്യമാക്കുകയുമുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.